ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അലങ്കാരത്തിന് വെച്ചിരിക്കുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്നതുമായ ഒരു സംഗതിയാണ് അല്ലേ, ടൈഗർ ബാം. ടൈഗർ ബാമിനെ സംബന്ധിച്ച് നമുക്കെല്ലാ ഗൾഫുകാരും, പണ്ടൊക്കെ ഗൾഫുകാർ സ്ഥിരമായിട്ട് വരുമ്പോൾ തരുന്നതാണ് ടൈഗർ ബാം, നിവിയ, വാസ്ലൈൻ, അതുപോലെ തന്നെ പിന്നെ വേറെന്നാ പൗഡർ, സോപ്പ്, ഇങ്ങനെയൊക്കെ നമുക്ക് തന്ന് പരിപോഷിപ്പിച്ചിരുന്നൊരു കാലമുണ്ട്. ഇപ്പോഴും ഗൾഫുകാർ വരുമ്പോൾ നമുക്ക് തരുന്ന ഒരു മെയിനാണ് ടൈഗർ ബാം അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ ലുലുന്നൊക്കെ മേടിച്ചാലൊന്നും യാതൊരു ഗുണവുമില്ല. എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവരുന്നതും ഇപ്പം ഇവിടെ ലുലുന്നൊക്കെ വാങ്ങുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് ഗൾഫിൽ നിന്ന് കിട്ടണതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പോസ്റ്റ് നിങ്ങൾക്കറിയാത്ത കുറച്ച് ടൈഗർ ബാമിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ്. ചിലവർക്കും എല്ലാവർക്കും അറിയാമില്ല, ചിലവർക്ക് അറിയാത്തത് കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതേ, 2 തരത്തിലുള്ള ടൈഗർ ബാം ഉണ്ട് കേട്ടോ. റെഡ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. ഈ റെഡ് കളർ ഇച്ചിരി ഹെവിയാണ്, അതായത് വേദനകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വൈറ്റ് കളറ് നീരുവീഴ്ച, നെറ്റി പരട്ടാനും നെഞ്ചത്തൊക്കെ തടവാനും, പിന്നെ പതുക്കെ ചെറുതായിട്ടൊന്ന് മൂക്കിലൊക്കെ ഒന്ന് തൊടാൻ. ഭയങ്കര എരിവാണ് കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതങ്ങനെ 2 തരത്തിലുള്ള ടൈഗർ ബാമാണ് നമുക്കിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന്, ഇനി ഒരു തരത്തിലുള്ള ആനിമൽ ഫാറ്റോ അങ്ങനെയുള്ള യാതൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, യാതൊരു കെമിക്കലും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിലും, കുട്ടികൾക്ക് ശ്രദ്ധിക്കണം, തീരെ കുഞ്ഞുങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത്. ആനിമൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത വീഗൻ കുറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പം നമ്മുടെ ഇടയിൽ. അപ്പോൾ അവർക്കെല്ലാം ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ടൈഗർ ബാം കേട്ടോ. കാരണം എന്താണെന്നോ, ഇതിനകത്ത് മെയിനായിട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കാംഫറാണ്. ഓക്കെ, പിന്നെ മെഥോൾ, പിന്നെ മെഥോൾ സാലിസിലേറ്റ് എന്നും പറഞ്ഞ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒക്കെ അടങ്ങിയിരിക്കുന്നത് അരോമ ഓയിൽസ് ആണ്. നമ്മുടെ പെപ്പർമെൻറ്റ് ഓയില്, കാച്ചിപ്പുട്ട്, ക്ലോവ് ഓയില്, യൂക്കാലിപ്പിറ്റ്സ് ഓയിൽ തുടങ്ങിയ അരോമ ഓയിൽസ് ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എല്ലാ വിഭാഗക്കാർക്കും ടൈഗർ ബാം ഉപയോഗിക്കാം കേട്ടോ. അതാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പിന്നെ പെയിൻ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത്, അതായത് ഇപ്പോൾ ചിലർക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ട്, നെക്ക് പെയിൻ ഉണ്ട്, ഷോൾഡറിൽ പെയിൻ വരും, ചിലർക്ക് കൈയൊക്കെ, മുട്ടും കൈയൊക്കെ വേദന വരും, കാല് വേദന, ബാക്ക് പെയിൻ എന്ന് വേണ്ട എന്ത് പെയിനും നിങ്ങൾക്ക് വന്നാലും ധൈര്യമായിട്ട് ഇതെടുത്ത് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ അധികമൊന്നും മസാജ് ചെയ്യണ്ട, ജസ്റ്റ് നമുക്കൊന്ന് തൂത്ത് അവിടെ കിടന്നാൽ തന്നെ നല്ല റിലീഫ് കിട്ടുമേ. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നോ, നമ്മളിത് പരട്ടുമ്പോൾ നമുക്ക് ഒരു പൊള്ളൽ പോലെ അല്ലേ, ഒരു പൊള്ളൽ പോലെ, അതുപോലെ തന്നെ ഒരു തണുപ്പ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യണേ. ഇതാണ് ശരിക്കും ഇതിൻ്റെ ആക്ഷൻ. ഇതിപ്പോൾ നമ്മൾ ആ പൊള്ളലും തണുപ്പും ഇതെല്ലാം കൂടുമ്പോൾ നമ്മുടെ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ഈ മസിലിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താ, ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുകൊണ്ടാണ് നമുക്ക് ഈ വേദനകൾ കുറയണേ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ദിവസത്തിൽ 2 or 3 പ്രാവശ്യമൊക്കെ നമുക്ക് ഈ വേദനയൊക്കെ അധികം വരുമ്പോൾ നമുക്ക് ഇത് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം കിടന്നാൽ നല്ല റിലീഫ് കിട്ടുമേ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ശാരീരികമായിട്ടുള്ള എല്ലാ വേദനകൾക്കും നമുക്ക് റെഡ് നിറത്തിലുള്ള പിന്നെ ടൈഗർ ബാം ഉപയോഗിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്കറിയേണ്ടത് വെള്ള നിറത്തിലുള്ള ടൈഗർ ബാം ആണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് കോൾഡ് വരുമ്പോൾ, അതുപോലെ തലവേദന, പിന്നെ ഒരു ശ്വാസം മുട്ട, ഇതൊക്കെ വരുമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ വൈറ്റ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ ലൈറ്റായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെൻഡോളൊക്കെ കാംഫറൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഈ കോൾഡിനൊക്കെ നല്ല റിലീഫ് കിട്ടും നമുക്ക്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നെറ്റിയിലൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെ കിട്ടുന്ന വിക്സും അമൃതായനൊക്കെ എടുത്ത് നമ്മൾ വാരിപ്പൊത്തണ കൂട്ടൊന്നും വാരിപ്പൊത്തിയൊക്കെ അല്ല കേട്ടോ. നമ്മൾ കുറച്ചേ എടുക്കാവൂ. കുറച്ചെടുത്ത് നമ്മുടെ ഈ പ്രഷർ പോയിന്റിൽ, 2 പ്രഷർ പോയിന്റിലും കുറച്ച് തൂത്ത് കൊടുക്കുക. അതുപോലെ വളരെ കുറച്ചെടുത്ത് നെഞ്ചിലും പുറത്തൊക്കെ ഒന്ന് പതുക്കെ തൂത്ത് കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ മറ്റേ വിക്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ട് ശരിക്കും നമ്മുടെ നാടൻ ഭാഷ പറയില്ലേ, നമ്മൾ അളിച്ചു വാരി ഒന്നും തേക്കല്ലേ, ഭയങ്കരമായിട്ട് പൊള്ളും.
കാരണം എന്താണെന്നോ, ഇത് പലരും ഇത് ഭയങ്കര പൊള്ളലാന്നും പറഞ്ഞ് ഉപയോഗിക്കാത്തവരെ എനിക്കറിയാം. ഭയങ്കര പൊള്ളല, സഹിക്കാൻ പറ്റാതെ. അത് കാരണം ഇതാണ്, നമ്മൾ ഈ വിക്സും അമൃതായനൊക്കെ ഉപയോഗിക്കുന്ന കൂട്ട് ഇതൊത്തിരി നമ്മൾ അധികം എടുത്ത് നമ്മൾ ദേഹത്താണെങ്കിലൊക്കെ നമ്മൾ മസാജ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഭയങ്കര പൊള്ളലാന്നും പറഞ്ഞ് ഇത് ഉപയോഗിക്കാത്തട്ടാ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വൈറ്റ് ഇങ്ങനെ നീരുവീഴ്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വൈറ്റും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മളെ സാധാരണ എല്ലാവർക്കും അറിയാൻ പാടില്ലാത്ത ഒരു ഗുണമായ ഒരു സംഗതിയുണ്ട് ഈ ടൈഗർ ബാമിന്. നമുക്ക് ചൊറിച്ചിലൊക്കെ വരുമ്പോഴേ, നമ്മൾ ഈ പുറത്തൊക്കെ പോയി വല്ല പുഴുവാട്ട വല്ല ചെറിയ പ്രാണി കടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല, കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ വീട്ടിലെല്ലാവർക്കും പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ചൊറിയുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ കുളി കഴിഞ്ഞ് വരുമ്പോൾ ചൊറിയുക ചിലവർക്ക്. അപ്പോഴൊക്കെ കുറച്ചെടുത്ത് നമ്മളൊന്ന് തൂത്ത് കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ അപ്പം നിൽക്കും കേട്ടോ. അതൊരു വലിയ അഡ്വാൻറ്റേജാണ് ഈ ടൈഗർ ബാമിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുകയുള്ളൂ. ഇങ്ങനെ വരുമ്പോഴേ ഇത് യൂസ് ചെയ്തോളൂ, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ശരീരത്തിലുണ്ടാവുന്ന ഇച്ചിങ് ഏറ്റവും നല്ലതാണ് ടൈഗർ ബാം. ഓക്കെ, പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് അല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത്, കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് തേച്ച് കൊടുത്തേക്കരുത് കേട്ടോ. ഒരു 8 വയസ്സ് 10 വയസ്സൊക്കെ മുകളിലുള്ള കുട്ടികൾക്കൊക്കെയാണ്. പിന്നെ ഈ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ ഈ 5 വയസ്സിന് മുകളിലുള്ള പിള്ളേരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ചൊറിയണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു നുള്ളെടുത്ത് നമുക്ക് തൂത്ത് കൊടുക്കാം. അല്ലാതെ നമ്മളിത് അധികം പിള്ളേർക്കൊന്നും എടുത്തു കൊടുക്കരുത്. പിന്നെ പിള്ളേരുടെ കയ്യെത്തനോടത്ത് ഇത് വെക്കുകയും ചെയ്യരുത്. നമ്മളെ കാണാണ്ട് അവരിതൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊള്ളി ആകെ പ്രശ്നമാവും. അതുകൊണ്ട് പിള്ളേരുടെ കയ്യെത്തനോടത്ത് ഇത് നമ്മൾ വെക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ബാക്കി നമുക്കെല്ലാവർക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതാണ് പിന്നെ എടുത്തു പറയാവുന്ന ഒരു ഗുണം. പിന്നെ ഇതിൻ്റെ ചിലർ ഇനിയിപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുവേ ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോയെന്നേ. അപ്പോൾ ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നിങ്ങളത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ അലമാരിയിൽ നിന്നൊക്കെ ഇത് പുറത്തെടുക്കും എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നോ, അതിൻ്റെ ഡേറ്റ് നോക്കണം. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിന് എക്സ്പയറി ഡേറ്റും ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പിന്നെ ടൈഗർ ബാമിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ടൈഗർ ബാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മാറ്റി വെച്ചിരിക്കുന്ന, ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ടൈഗർ ബാം വീട്ടിലുണ്ടെങ്കിൽ എടുക്കുക, ഡേറ്റ് നോക്കുക, നാളെ തുടങ്ങി യൂസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്നേക്കാളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിവിടെ വാങ്ങാൻ കിട്ടുന്നേക്കാളും ഏറ്റവും നല്ലത് പുറത്തുനിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി വേറെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അത്രയും അവിടെ നിന്ന് കൊണ്ടുവരുന്ന അത്ര ഗുണം കിട്ടാത്തത്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ഇത് കൊണ്ടുവരണേ എന്ന് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളും ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ എന്നെ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും മാനസികമായി ഇത്തിരി ടെൻഷനിലൊക്കെയാണ്. പക്ഷെ നമുക്ക് നല്ലൊരു ലോകത്തിനും നല്ലൊരു ഭരണകർത്താക്കൾക്കും ഒക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ കാര്യം പറയട്ടെ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. എടുത്തൊന്നും കൂടെ പറഞ്ഞോട്ടെ, വീട്ടിലുള്ളത് ഉപയോഗിക്കാത്തവരെടുത്ത് ഉപയോഗിക്കും വേണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.